ലോകപ്രശസ്ത സംഗീത റിയാലിറ്റി ഷോയായ അമേരിക്കൻ ഐഡൽ സീസൺ 24 ഫൈനൽ വേദി സാക്ഷ്യം വഹിച്ചത് വളരെ വ്യത്യസ്ത മുഹൂർത്തങ്ങൾക്കാണ്. മത്സരത്തിൽ വിജയിയായി കിരീടമണിഞ്ഞ 25-കാരിയായ ഹന്ന ഹാർപ്പർ വിജയിയായ ശേഷം ക്രിസ്തീയ ഗാനം ആലപിച്ചത് കാണികളെയും വിധികർത്താക്കളെയും ഒരുപോലെ വിസ്മയിപ്പിച്ചതായിരുന്നു. പ്രശസ്ത ക്രൈസ്തവ ഗായകൻ ക്രിസ് ടോംലിന്റെ അറ്റ് ദി ക്രോസ് എന്ന ഗാനമാണ് ഹന്ന വിജയ നിമിഷത്തിൽ ആലപിച്ചത്. തൊണ്ടയിടറി കണ്ണീരോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഹന്ന ഈ ഗാനം പാടിയത്. ദൈവത്തിന്റെ കരുണ വാഴുന്ന ഒരിടമുണ്ട്, കുരിശിൻ ചുവട്ടിൽ ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു എന്ന വരികൾ പാടുമ്പോൾ ഹന്ന വികാരാധീനയായി. തൻ്റെ ജീവിതത്തിലെ ഉയർച്ചകൾക്കും വിജയങ്ങൾക്കും പിന്നിൽ ദൈവമാണെന്ന ലോകത്തിനു മുന്നിൽ ഹന്ന പരസ്യമായി പ്രഖ്യാപിച്ചു. മത്സരത്തിലുടനീളം തൻ്റെ ക്രിസ്തീയ വിശ്വാസം തുറന്നു പറയാൻ ഹന്ന മടിച്ചിരുന്നില്ല. 3 കുട്ടികളുടെ അമ്മയായ ഹന്ന പ്രസവാനന്തര വിഷാദ രോഗത്തിൽ നിന്ന് ദൈവം തന്നെ എപ്രകാരം സൗഖ്യമാക്കിയെന്ന ഓഡീഷൻ വേളയിൽ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. തൻ്റെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിൽ താൻ ദൈവത്തോട് നിലവിളിച്ചപേക്ഷിച്ചെന്നും അവിടുന്ന് തന്നെ കൈപിടിച്ച് നടത്തിയെന്നും ഹന്ന ഓർമ്മിപ്പിക്കുന്നു. ഹന്നയുടെ ഇൻസ്റ്റാഗ്രാം ബയോയിൽ പോലും എല്ലാം അവിടുത്തെ മഹത്വത്തിനായി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹന്ന പാടാൻ പ്രയാസപ്പെട്ട നിമിഷങ്ങളിൽ സഹമത്സരാർത്ഥികൾ ഓടിയെത്തി അവളെ ചേർത്ത് പിടിക്കുകയും ഗാനം പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്തത് വേദിയിൽ ഒരു ആത്മീയ അനുഭവം സൃഷ്ടിച്ചു. ഹവായ് വീക്കിൽ ബെതേൽ മ്യൂസിക്കിന്റെ എയിൻ നോ ഗ്രേവ് എന്ന ഗാനവും ഹന്ന ആലപിച്ചിരുന്നു. അമേരിക്കൻ ഐഡൽ പോലെയുള്ള ഒരു വലിയ വേദിയിൽ വെച്ച് തന്റെ വിശ്വാസവും ദൈവത്തോടുള്ള കടപ്പാടും ഇത്രയും ധീരമായി പ്രഖ്യാപിച്ച ഹന്ന ഹാർപ്പറിനെ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ അഭിനന്ദനങ്ങളാൽ മൂടുകയാണ്.